ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ലുലു മോളിലോട്ടാണ് കേട്ടോ പോകുന്നത്. ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണാനും അതുപോലെ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത്. ഇത്രയും തിരക്ക് ഞാൻ ആ സമയത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളൊരു 8 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ഹൈപ്പറിലായിരുന്നു ഏറ്റവും കൂടുതൽ റഷ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പറിലെ ക്രിസ്മസിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കോർണർ ഇതായിരുന്നു. അവിടുത്തെ എൻട്രൻസ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ബേബി ഇത് ആദ്യത്തെ ക്രിസ്മസ്, അവളെല്ലാം കണ്ട് നല്ല എക്സൈറ്റഡ് ആണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ക്രിസ്മസ് ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് തുടങ്ങി എല്ലാം, ഔട്ട്ഫിറ്റും എല്ലാം ഉണ്ടായിരുന്നു. നമുക്കൊരു ക്രിസ്മസ് ട്രീ തന്നെ എല്ലാ വലുപ്പത്തിലുള്ളതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കണ്ട് കുറേ നേരം അവിടെ ചുറ്റി നടന്നു. എന്നിട്ട് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടോ. നമുക്ക് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ കേക്ക് സെക്ഷനിലോട്ടാണ് പോയത്. കേക്ക് സെക്ഷനും അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേക്കിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഈ ഒരു സെക്ഷൻ ഞാൻ എല്ലാ പ്രാവശ്യവും ലുലുവിൽ പോകുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. വാങ്ങിയില്ലെങ്കിലും എനിക്കതൊന്ന് കാണുമ്പോൾ തന്നെ നല്ല സമാധാനമാണ്. പിന്നെ ഞാനൊരു മഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു മഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കയ്യിൽ പിടിച്ചേക്കുന്ന ഈ മഗ്ഗാണ് കേട്ടോ ഞാൻ പോകുന്നത് പർച്ചേസ് ചെയ്തത്. പിന്നെ വെജീസൊക്കെ ഉള്ളൊരു ഏരിയയിലോട്ട് പോയി. പക്ഷേ അതൊന്നും അധികം വാങ്ങിയില്ല. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റുവ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഈയിടെയായിട്ട് അവൾ ബായും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പറിൽ കയറിയപ്പോൾ അവൾക്ക് ചേച്ചി അങ്ങ് ബോധിച്ചു. ആ ചേച്ചിയുടെ അടുത്ത് ബായ് പറയുന്നതാണ് കേട്ടോ. പിന്നെ അവളെ ഞാൻ എല്ലായിടവും ചുറ്റി നടന്ന് എല്ലാം ലൈറ്റൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ലുലു മോളിലെ ക്രിസ്മസ് ഡെക്കറേഷനിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിരുന്നത്. കാരണം ഇതൊരു വലിയ ഹ്യൂജ് സൈസിലുണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. അതൊക്കെ റുവായി കാണിച്ച് കുറച്ച് നേരം ഫീഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കണക്റ്റിലോട്ടാണ് പോയത്. അവിടെയും കുറച്ച് ഗാഡ്ജറ്റ്സൊക്കെ നോക്കിയെങ്കിലും ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അവിടെ നേരെ ലൈഫ് സ്റ്റൈലിലോട്ട് പോവാണേ. ഭാവിക്ക് കുറച്ച് ടോയ്സ് വാങ്ങണമെന്ന് നമ്മൾ കുറച്ചായി ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് കേട്ടോ ലൈഫ് സ്റ്റൈലിൽ കയറാമെന്ന് വിചാരിച്ചത്. അവിടെ ക്രിസ്മസിൻ്റെ ഒരുപാട് ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു. ബേബി ഗേൾസിനും ബോയ്സിനും പറ്റിയിട്ടുള്ള ഡ്രസ്സും അതുപോലെ ഷൂസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ നോക്കിയെങ്കിലും ഒന്നും വാങ്ങിയൊന്നുമില്ല. കുറേ ടോയ്സൊക്കെ ഞാൻ അവളെ കാണിക്കുന്നുണ്ട്. അവളിപ്പോൾ എല്ലാത്തിനും നല്ലോണം റിയാക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ ടോയ്സ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും കാക്ക റുവാക്ക് വാങ്ങിയത് ഇതാണ് കേട്ടോ, ഒരു റിമോട്ട് കാർ. ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. 7 മാസമുള്ള കുട്ടിക്ക് എന്തിനാണല്ലേ റിമോട്ട് കാർ? പക്ഷെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇത് ഓടുന്നതിൻ്റെ ബാക്കിൽ നിന്ന് റുവ എഴയാൻ തുടങ്ങി കേട്ടോ. നല്ല സ്പീഡിന് എഴയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിയത് ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഇനി അധികം തന്നെ ചുറ്റി നിൽക്കാൻ സമയമില്ല. കാരണം അപ്പോഴത്തേക്ക് തന്നെ ഒരു 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ലുലു മോളിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.